everyone, welcome to Ammu's lecture room. എല്ലാവരുടെയും നെറ്റ് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നന്നായി തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് ഈ തവണത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഉള്ള സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം MCQs ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ MCQs ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിൻ്റെ ഉത്തരം പഠിക്കുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആൻസർ, ആ ഒരു രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മറ്റ് ഓപ്ഷൻസ്, കൂടെയുള്ള മറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതേപ്പറ്റിയും കൂടെ ഒന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഇപ്പം കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഫോളോ ചെയ്യുന്നത് MCQ സോൾവ് ചെയ്തുള്ള ആ ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങളും പഠിക്കുന്ന സമയം മാക്സിമം MCQs ചെയ്ത് പഠിക്കാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് ഏരിയാസ് ഒരു ക്വസ്റ്റ്യൻ വഴി കവർ ചെയ്യാൻ സാധിക്കും. അപ്പം ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th യൂണിറ്റ് ആണ്, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പം ആദ്യം തന്നെ ഈ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, corporate governance and business ethics, human resource management, human resource planning, recruitment and selection, training and development, succession planning, compensation management, job evaluation, incentives and fringe benefits, performance appraisal including 360-degree performance appraisal, collective bargaining and workers' participation in management, personality, perception, attitude, emotion, group dynamic, power and politics, conflict and negotiation, stress management, organizational culture, organizational development and organizational change. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The principle that a subordinate should receive the order and to be responsible to the only boss is known as unity of command, unity of direction, order, all of the above. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയറേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറോട് മാത്രം റെസ്പോൺസിബിൾ ആയിരിക്കുക. ഇത് ഏത് പ്രിൻസിപ്പിളാണ് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ 3 ഓപ്ഷൻസ് നോക്കുവാണെങ്കിലും, യൂണിറ്റി ഓഫ് കമാൻഡ് ആയാലും, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആയാലും, ഓർഡർ ആയാലും, എല്ലാം ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ഹെൻറി ഫയോൾ നമുക്കറിയാം, ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ 14 പ്രിൻസിപ്പിൾസിനെ ജനറൽ തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഹെൻറി ഫയോളിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അതാണ് ഹെൻറി ഫയോൾ എഴുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതും നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷനിലുള്ള ജോലികൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ പല ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ടാസ്കും നമ്മുടെ എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ അനുസരിച്ച് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പല കുഞ്ഞു ടാസ്ക്കായിട്ട് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് വഴി ജോബ് സിമ്പിളാക്കാനും പറ്റും, അതോടൊപ്പം തന്നെ ജോബ് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനും സാധിക്കും. അപ്പം നമ്മുടെ ഡിവിഷൻ ഓഫ് വർക്ക് പ്രിൻസിപ്പിളിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജോബ് സ്പെഷ്യലൈസേഷൻ ആണ്. നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾ നോക്കാം. അടുത്ത പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്താണെന്ന് നമുക്കറിയാം, അധികാരം. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു അധികാരം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അധികാരം ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അയാൾ ഉത്തരവാദിത്തപ്പെട്ടയാളായിരിക്കും. ദാറ്റ് മീൻസ് എപ്പോഴും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കോ എക്സിസ്റ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഒബീഡിയൻസ്, അനുസരണം. ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ നോക്കുവാണെങ്കിൽ അവിടെ അതിൻ്റേതായ റൂൾസും റെഗുലേഷൻസും ഒക്കെ കാണും. അപ്പോൾ ആ ഓർഗനൈസേഷനുള്ള എല്ലാ വ്യക്തികളും, അതിപ്പോൾ മാനേജേഴ്സ് ആയാലും എംപ്ലോയീസ് ആയാലും എല്ലാവരും ആ റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അതാണ് ഡിസിപ്ലിൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ
ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം എന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് സെയിം ഒബ്ജക്റ്റീവ്സ് ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു ഗ്രൂപ്പിൽ കാറ്റഗറൈസ് ചെയ്യണം, എന്നിട്ട് അതിന് ഒരു ലീഡർ, ആ ഒരു ഒബ്ജക്റ്റീവ് ഒബ്റ്റെയിൻ ചെയ്യാൻ ഒരു മെത്തേഡ്, ഇങ്ങനെ വേണം ഫോളോ ചെയ്തു പോകാൻ. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ സ്വന്തം ഇൻട്രസ്റ്റ് കാണും. പക്ഷേ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മാറ്റി നിർത്തി ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനു വേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് മാറ്റി നിർത്തി ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് വേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാ എംപ്ലോയീസിനും ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കണം. അതാണ് റെമ്യൂണറേഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഉണ്ട്, ഡീസെൻട്രലൈസേഷനും ഉണ്ട്. സെൻട്രലൈസേഷൻ എന്ന് നമുക്കറിയാം പവർ എല്ലാം കൂടി ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ പവർ ഡിസ്പേഴ്സ് ചെയ്ത് ഇരിക്കുകയായിരിക്കും. അപ്പം ഹെൻറി ഫയോൾ പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ്. അടുത്ത പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറയുമ്പോൾ അതൊരു ലൈൻ ഓഫ് അതോറിറ്റിയാണ്. അതോറിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് സ്കേലാർ ചെയിൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേലാർ ചെയിൻ വെച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഗ്രാഫ് നോക്കാം നമുക്ക്. അപ്പം ഈ ഒരു ഗ്രാഫിൽ നോക്കുമ്പം എഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് പി യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സ്കേലാർ ചെയിൻ ബേസ് ചെയ്താണെങ്കിൽ എഫ് അത് ഇയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇ ഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡി ടു സി, ദെൻ ടു എ, ദെൻ ടു ബി, എൽ, എം, എൻ, ഒ, പി. ഇങ്ങനെയായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. നമുക്കറിയാം അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഫ്ലോ ചെയ്ത് വരുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഗ്യാങ് പ്ലാൻ, ഒരു ബ്രിഡ്ജ്. ആ ഒരു ഗ്യാങ് പ്ലാൻ വെച്ച് എഫിന് ഡയറക്റ്റ് ആയിട്ട് പിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ലൈൻ ഓഫ് ഓർഡർ ആണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് ഓർഡർ. ഓർഡർ പ്രിൻസിപ്പിളിൽ പറയുന്നത് മെറ്റീരിയൽ ഓർഡറിൻ്റെയും സോഷ്യൽ ഓർഡറിൻ്റെയും കാര്യമാണ്. റൈറ്റ് തിങ് നമ്മൾ റൈറ്റ് പ്ലേസിലായിരിക്കണം വെക്കുന്നത്, അതുപോലെ തന്നെ റൈറ്റ് മെൻ ആയിരിക്കണം റൈറ്റ് ജോബിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി. ഇക്വിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഡിസ്ക്രിമിനേഷനോ പാർഷ്യാലിറ്റിയോ ഒന്നും പാടില്ല, എല്ലാവരെയും ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അതാണ് ഇക്വിറ്റി പ്രിൻസിപ്പിളിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എംപ്ലോയീസിനെ അവരുടെ പൊസിഷനിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു സ്റ്റെബിലിറ്റി വേണം. അവരൊരു പൊസിഷൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനായിട്ട് അയാളെ അഡാപ്റ്റ് ചെയ്ത് വരാൻ, അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത പൊസിഷൻ കൊടുക്കുക. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യരുത്. ഒരു സ്റ്റെബിലിറ്റി വേണം അവരുടെ ഒരു പൊസിഷൻ, അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ ഇനിഷ്യേറ്റീവും അതുപോലെ അവരുടെ ഇൻ്റലിജൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരവസരം കൊടുക്കണം. അവർക്കെല്ലാം അവരുടേതായ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരാനുള്ള അവസരം കൊടുക്കണം. അതാണ് ഇനിഷ്യേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ അകത്ത് പറയുന്നത്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ 14th പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഒരു ഓർഗനൈസേഷനുള്ള എല്ലാ വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരുമിച്ച് പ്രവർത്തിച്ച് ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് 14th പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പം അതിനൊപ്പം തന്നെ നോക്കി പോകേണ്ട ഒന്നാണ് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. FW ടൈലർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ്. അദ്ദേഹം 4 സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും സയൻറ്റിഫിക്കലി ചെയ്യണം എന്നാണ്. ഇനി നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം.
അതിലൊന്നാമത്തെയാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു റൂൾ ഓഫ് തം മെത്തേഡ് മാറ്റി നിർത്തി സയൻറ്റിഫിക് മെത്തേഡ്സ് ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യണമെന്നാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് ഓർഗനൈസേഷനിൽ ഒരു ഹാർമണി വേണം. അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും, ഇപ്പോൾ വർക്കേഴ്സ് ആണെങ്കിലും മാനേജേഴ്സിനാണെങ്കിലും അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പം അവർ ആ ഒരു ഡ്യൂട്ടി എന്താണോ അത് ഭംഗിയായി ചെയ്യുക. അപ്പോൾ അവിടെ ഒരു തർക്കം, അവർക്കിടയിൽ ഒരു തർക്കമോ ഡിസഗ്രിമെൻറ്റോ ഒന്നും വരാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് പോകണം. അതാണ് ആ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിസം പാടില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവരൊരു കോർപ്പറേഷനോട് കൂടി ഒരുമിച്ച് നിന്ന് ആ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം. അവിടെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് വേണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു ബിലോങ്ങിങ്നെസ് വേണം അവർക്കിടയിൽ. അവരെല്ലാം ഒരുമിച്ച് നിന്ന് വേണം പ്രവർത്തിക്കാൻ. അതാണ് തേർഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി. ഇപ്പം നാലാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡെവലപ്മെൻറ്റും കൂടി നോക്കണം. ട്രെയിനിങ്ങിനാണെങ്കിലും ഡെവലപ്മെൻറ്റിനാണെങ്കിലും എല്ലാം സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും ഡെവലപ്മെൻറ്റ്, അവരുടെ മാക്സിമം ഔട്ട്പുട്ട് വെളിയിൽ കൊണ്ടുവരിക. ഇങ്ങനൊരു മെത്തേഡ് വേണം ഓരോ ഓർഗനൈസേഷനും ഫോളോ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ടെക്നിക്കിൽ പറയുന്നത് ഒരു വർക്ക്മാനെ സൂപ്പർവൈസ് ചെയ്യാൻ പല സൂപ്പർവൈസേഴ്സ് വേണം. എന്ന് വെച്ചാൽ ഓരോ മേഖലയിലും എക്സ്പേർട്സ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് വേണം ഒരു വർക്ക്മാനെ സൂപ്പർവൈസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്പീഡിൻ്റെ കാര്യം നോക്കാൻ സ്പീഡ് ബോസ് എന്ന് പറഞ്ഞൊരു സുപ്പീരിയർ വേണം. അതുപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിൻ്റെ കാര്യമാണ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിനെ പറ്റി നോക്കാൻ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ വേണം. ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഓരോ എംപ്ലോയീസിനെയും പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്കാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഈ ഒരു ടെക്നിക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഇപ്പം അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആണെങ്കിലും എല്ലാം സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അവിടെ ഡിഫെക്ട്സും എറേഴ്സും ഒക്കെ കുറവായിരിക്കും. അപ്പം എല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. മൂന്നാമത്തെ ടെക്നിക്കാണ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി നമ്മുടെ വർക്കിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി. വർക്ക് സ്റ്റഡി പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഫാറ്റിക് സ്റ്റഡി. എന്ന് വെച്ചാൽ റെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റർവെൽ ടൈമിനെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡി. എത്ര സമയം വേണം റെസ്റ്റ്, അല്ലെ എത്ര സമയം വേണം ഇൻ്റർവെൽ. ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയം ഇൻ്റർവെല്ലിൽ വേണ്ടി വരും, അല്ലെ റെസ്റ്റ് വേണ്ടി വരും. ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ് ഫാറ്റിക് സ്റ്റഡിയിൽ വരുന്നത്. അടുത്ത സ്റ്റഡിയാണ് മെത്തേഡ് സ്റ്റഡി. ഏറ്റവും ഭംഗിയായിട്ട് ഒരു വർക്ക് എങ്ങനെ ചെയ്യണം, അതാണ് മെത്തേഡ് സ്റ്റഡിയിൽ വരുന്നത്. അടുത്തതാണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് സമയമാണ്. ഒരു വർക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും. നോർമൽ സ്കില്ലൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടി വരുന്നത്, അതിനെപ്പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തതാണ് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് വേണ്ടി വരിക. ഒരു ഇൻഡിവിജ്വലിൻ്റെ ആണെങ്കിലും എക്യുപ്മെൻറ്റ്സിൻ്റെ ആണെങ്കിലും മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ആണ് വേണ്ടി വരിക. അപ്പോൾ ഈ ഒരു സ്റ്റഡി എന്തിനാണ് നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് മൂവ്മെൻറ്റ് സ്റ്റഡി നടത്തുന്നത്. അപ്പം വർക്ക് സ്റ്റഡിക്കകത്ത് ഫാറ്റിക് സ്റ്റഡി വരും, ടൈം സ്റ്റഡി വരും, മെത്തേഡ് സ്റ്റഡി വരും, അതുപോലെ തന്നെ മോഷൻ സ്റ്റഡിയും വരും. അടുത്ത മെത്തേഡാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത് എംപ്ലോയീസിന് വേജ് കൊടുക്കുമ്പോൾ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് വേണം വേജ് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വെക്കുക. ആ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് മുകളിൽ പെർഫോം ചെയ്യുന്നവർക്ക് കൂടുതൽ റേറ്റ് കൊടുക്കുക, അതിൽ താഴെ പെർഫോം ചെയ്യുന്നവർക്ക് കുറഞ്ഞ റേറ്റ് കൊടുക്കുക. അതാണ് ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്.
ലാസ്റ്റ് വണ്ണാണ് മെൻ്റൽ റെവല്യൂഷൻ. മെൻ്റൽ റെവല്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിനെ പറ്റി. അവിടെ ഒരു എംപ്ലോയി മാനേജർ വർക്ക് ആ ഒരു തോട്ടൊന്നും പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു മ്യൂച്വൽ ട്രസ്റ്റോടും ഒരു ബിലോങ്ങിങ്നെസ്സോടും കൂടെ ഒക്കെ വേണം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു മാക്സിമം ഔട്ട്പുട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. ഇനി നമുക്കൊരു കമ്പാരിസൺ നോക്കാം FW ടൈലർ ആൻഡ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നും FW ടൈലർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുമാണ്. അതുപോലെ ഹെൻറി ഫയോൾ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. FW ടൈലർ 4 സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ കോൺസെപ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ നമ്മൾ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കുവാണെങ്കിൽ അത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഇനി നമ്മൾ എംഫസിസ് നോക്കുവാണെങ്കിൽ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയാണ് എംഫസിസ് ചെയ്യുന്നത്. FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെയാണ് എംഫസിസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്രോച്ച് വൈസ് നോക്കുവാണെങ്കിൽ ഹെൻറി ഫയോളിൻ്റെ മാനേജേഴ്സ് അപ്രോച്ചും FW ടൈലറിൻ്റെ എൻജിനീയേഴ്സ് അപ്രോച്ചുമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോ സ്മോക്കിംഗ് ഇൻ ദ ഫാക്ടറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിസി, പ്രൊസീജിയർ, റൂൾ, സ്ട്രാറ്റജി. അപ്പം നോ സ്മോക്കിംഗ് ഇൻ ദ ഫാക്ടറി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു പോളിസിയാണോ, ഒരു പ്രൊസീജിയറാണോ, റൂളാണോ, സ്ട്രാറ്റജിയാണോ? ആൻസർ ഓപ്ഷൻ സി, റൂളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിൽ പറയുന്ന ഈ 4 ടേംസും പ്ലാൻസ് ആണ്. നമുക്കറിയാം പ്ലാൻ എന്താണ്. ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുന്നത്, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വെക്കുന്നതിനാണ് നമ്മൾ പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻ മെയിൻലി 2 തരമുണ്ട്. സിംഗിൾ യൂസ് പ്ലാനും മൾട്ടിപ്പിൾ യൂസ് പ്ലാനും. മൾട്ടിപ്പിൾ യൂസ് പ്ലാനിന് തന്നെ നമ്മൾ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്നും പറയും. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ തവണത്തേക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്പിറ്റേറ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ്. അപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാൻസ് തന്നെ പലതരമുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസും പലതരമുണ്ട്. നമുക്കപ്പം കുറച്ച് സിംഗിൾ യൂസ് പ്ലാൻസും മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസും നോക്കാം. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, തന്ത്രങ്ങൾ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ റിസോഴ്സസ് ഒക്കെ എങ്ങനെ ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള തന്ത്രങ്ങളാണ് സ്ട്രാറ്റജീസിൻ്റെ അകത്ത് വരുന്നത്. അടുത്ത ഒരു പ്ലാനാണ് പോളിസീസ്. പോളിസീസ് എന്ന് പറയുമ്പം കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻസിനാണ് നമ്മൾ പോളിസീസ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്ലാനാണ് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് പ്രൊസീജിയേഴ്സ്. അടുത്തതാണ് റൂൾസ്. റൂൾസ് നമുക്കൊക്കെ അറിയാം, ഡൂസ് ആൻഡ് ഡോൺസ്. ഒരു ഓർഗനൈസേഷനിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കാണും, ചെയ്യരുതാത്ത കുറേ കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുറേ റിവാർഡ്സ് കിട്ടും, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ്സ് കിട്ടും. അങ്ങനെ അപ്പം ഡൂസ് ആൻഡ് ഡോൺസിനാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് സിംഗിൾ യൂസ് പ്ലാൻസ് നോക്കാം. അതിലൊന്നാമത്തെയാണ് പ്രോഗ്രാംസ്. പ്രോഗ്രാംസ് എന്ന് പറയുമ്പം ഓരോ ഓർഗനൈസേഷനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ വേണ്ടി അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അടുത്ത പ്ലാനാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ നമ്മൾ ന്യൂമറിക്കൽ പ്ലാൻ എന്ന് പറയും. ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു പ്ലാൻ ഓഫ് ആക്ഷനാണ്. എങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്കെഡ്യൂൾ. സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ടേബിൾ. ഓർഗനൈസേഷനിലെ ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെയുള്ള ഒരു ടൈം ടേബിൾ, അതിനാണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈമറി ബെനിഫിറ്റ് ഓഫ് MBO ഈസ് അവോയ്ഡ് കോമ്പറ്റീഷൻ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ന്യൂ എൻട്രൻസ്, ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ, ഇൻക്രീസ് റിസോഴ്സസ്. അപ്പം ഇതിലേതാണ് MBOയുടെ പ്രൈമറി ബെനിഫിറ്റ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ. അപ്പം MBO എന്ന് പറഞ്ഞാൽ എന്താണ്?
മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. നമ്മൾ MBOയ്ക്ക് MBR എന്ന് പറയും, മാനേജ്മെന്റ് ബൈ റിസൾട്ട്. MBO പോപ്പുലറൈസ് ചെയ്യുന്നത് പീറ്റർ ഡക്കറാണ് 1954 അദ്ദേഹത്തിന്റെ ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്കിൽ. അപ്പം എന്താണ് MBO എന്ന് പറഞ്ഞാൽ, MBO എന്ന് പറയുന്ന ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അവിടുത്തെ മാനേജേഴ്സും എംപ്ലോയീസും എല്ലാവരും ചേർന്നിരുന്ന് സെറ്റ് ചെയ്ത് എല്ലാവരോടും ഒരുമിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ഒരു മെത്തേഡാണ് MBO എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഗോൾ സെറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ്. ഇപ്പോൾ MBOയിൽ പറയുന്നത് മാനേജേഴ്സ് ഒറ്റയ്ക്കല്ല, എംപ്ലോയീസിൻ്റെയും കൂടെ പാർട്ടിസിപ്പേഷൻ അവിടെ വരും. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഗോൾ സെറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് അതൊരു മോട്ടിവേഷനാണ്, അവർക്കും കൂടെ ആ ഒരു ഗോൾ സെറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു മോട്ടിവേഷനായിട്ടാണ് വരുന്നത്. അപ്പം MBO എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MBO എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ സിംഗിൾ യൂസ് ആൻഡ് മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് കണ്ടു. ദെൻ ഹെൻറി ഫൈവലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും കണ്ടു. അപ്പം ഇന്നത്തെ ക്ലാസ്സും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം MCQs ചെയ്ത് പഠിക്കുക. അപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മുമ്പിൽ ഒത്തിരി സമയമുണ്ട്, അപ്പം ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം MCQs ചെയ്ത് പഠിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക് യു.